മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് എന്താ കൊമ്പുണ്ടോ? ഞാൻ ഈ സംശയം ചോദിക്കാൻ കാര്യം വളരെ വ്യക്തമായിട്ടും കോടതി തന്നെ പറയുന്നുണ്ട്, ചിലരിൽ പോയിട്ട് അന്വേഷണം മടങ്ങി വരുന്നു. അവർ വ്യക്തമായിട്ട് ഉദ്ദേശിച്ച കടകംപള്ളി സുരേന്ദ്രനെയാണ്. വിജയകുമാറിനെ ചോദ്യം ചെയ്തു, വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. വിജയകുമാർ പറഞ്ഞ സഖാവ് പറഞ്ഞിടത്ത്, സഖാവ് പറഞ്ഞിടത്ത് ഞാൻ ഒപ്പിട്ടു, അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ആവശ്യപ്രകാരമുള്ള ഒപ്പിടിയല്ല. ശബരിമലയുടെ ആവശ്യപ്രകാരം സഖാവ് പറഞ്ഞെടുത്ത് ഒപ്പിടാൻ വേണ്ടിയാണോ ഇവരെ ദേവസ്വം ബോർഡിൽ എടുത്തു വെക്കുന്നത്? അപ്പോൾ പാർട്ടി ലിങ്ക്ഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമായില്ലേ? ഇതിപ്പോൾ ഒരു തെളിവ് കിട്ടാനുണ്ടോ? അപ്പോൾ പാർട്ടി ലിങ്ക്ഡ് ആണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പാർട്ടിക്കാരൻ തന്നെയാണ്, ലിങ്ക്ഡ് ആണ്. ഇത് വാസ്തവത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കേണ്ട ഒരു ചോദ്യം ചെയ്യലാണ്. അത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഇതൊക്കെ എന്തോന്ന് മാഷ, അത് പോട്ടെ. 2 ദിവസം മുമ്പ് നടന്നതാണ് കസ്റ്റഡി, അതീവ രഹസ്യമായിട്ട്. ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ 14 മണിക്കൂർ പരസ്യമായിട്ട് പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്ത ഒരു സംസ്ഥാനത്ത് ഇതാണോ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താ അദ്ദേഹത്തിനെ ഭയക്കുന്നുണ്ടോ ഈ അന്വേഷണ സംഘം? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ രാജിവെച്ചിട്ട് അവരുടെ കഴിവുകേട് അറിയിച്ച് പുറത്തു പോവുകയല്ലേ മനുഷ്യ വേണ്ടത്? ഒരുപാട് ദണ്ണമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇത് സംസ്ഥാനത്തെ ആകെ നാണം കെടുത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയുടെ പ്രതികളെ ഇങ്ങനെയൊക്കെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? ഇതാണോ ഇതിൻ്റെ രീതി? തീർച്ചയായിട്ടും ഈ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കഴിവുകേട് കാണിച്ചത് നമ്മുടെ മാധ്യമപ്രവർത്തകരാണ്. ഒരു അന്വേഷണ ഏജൻസിയും ഒരിടത്തും ഞങ്ങൾ ആരെ ചോദ്യം ചെയ്യുന്നുവെന്നോ എന്ന വിവരം മാലോകരെ അറിയിക്കേണ്ട യാതൊരു ബാധ്യതയും അവർക്കില്ല. കഴിയുന്നതും അറിയിക്കാതെയാണ് അവർ നടത്തുക. ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിലെടുക്കൽ, ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ. ഇത് കണ്ടെത്താനുള്ള നോസ് ഓഫ് ന്യൂസ് എന്ന് പറയില്ലേ, ഒരു മാധ്യമ പ്രവർത്തകന്റെ ഘ്രാണശക്തി അതാണ്. എക്സാക്ട്ലി, അത് കണ്ടെത്തലാണ്. എന്തേ നമ്മുടെ മാപ്രകൾക്ക് പറ്റി? അതുവരെ സത്യത്തിൽ ഈ ശബരിമല കൊള്ളക്കേസിന്റെ പിന്നാലെ കൂടിയ മാധ്യമങ്ങൾ, കേരളം മുഴുവൻ കുട്ടിച്ചോറാക്കി താണ്ഡവമാടിയ മാധ്യമങ്ങൾ, ആ കേസിലെ ഏറ്റവും നിർണായകമായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ കൊള്ള നടക്കുന്ന സമയത്ത്, കൊള്ള അതിന് മുമ്പും നടന്നിരിക്കാം, പക്ഷെ നിർണായകമായ കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നല്ലോ കടകംപള്ളിയിലേക്ക് എപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത്? കടകംപള്ളി എപ്പോഴാണ് ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്? അത് എവിടെ വെച്ച് എപ്പോൾ നടന്നു എന്ന് കണ്ടെത്താനുള്ള ബാധ്യത ഏറ്റവും പ്രധാനമായിരുന്നില്ലേ നമ്മൾ മാധ്യമങ്ങൾക്ക്? അവരെന്തെടുക്കായിരുന്നു? അതുകൊണ്ട് ആ പണി ഈ പറയുന്ന ഈ കോലം കെട്ടി, കോമാളി വേഷം കെട്ടുക എന്നല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും മലയാളത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. മാഷൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു, ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് അതിനനുബന്ധമായി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി കടകംപള്ളി സുരേന്ദ്രൻ്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു മൈക്കുമായിട്ട് ചെന്നല്ലോ, പതിവുണ്ടല്ലോ. അവിടെ വെച്ച് അവിടെ കാര്യങ്ങളുടെ നിയന്ത്രണം കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അത് മന്ത്രി എന്നുള്ള നിലയിൽ എന്നോട് ചില കാര്യങ്ങൾ അവർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടാൽ തോന്നുക അദ്ദേഹത്തിൻ്റെ ഉപദേശം ചോദിച്ചു. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം? കോടതിയല്ലേ ഉപദേശം കൊടുക്കേണ്ടത്? ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഞാൻ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അദ്ദേഹത്തിന് ഈ കേസിൽ മാത്രമല്ലെന്നേ, ഈ പിണറായി വിജയന്റെ മുമ്പിൽ ഈ നട്ടല് നിവർത്തിക്കുന്ന ഒരു ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ എപ്പോഴെങ്കിലും പത്രസമ്മേളനങ്ങളിൽ കണ്ടു? ഒച്ചാനിച്ചാണ് സാർ CM. അത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടാവോ? ഇഷ്ടപ്പെടൂലേ? അദ്ദേഹത്തിന്റെ ചിരി കണ്ടാ നിർത്തും. ചിരി എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന അടിയാന്നറിയാം. ആ മാതിരി ഭീരുക്കളുടെ രോഗമായി നമ്മുടെ മാധ്യമ ലോകം മാറിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ ആലോചിച്ച് നോക്കൂ. 2 തരത്തിലാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരു കേസിൽ പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അത് അഴിമതി കേസാവട്ടെ, ഈ അധാർമികമായ കേസുകളാവട്ടെ, അവിഹിത ബന്ധമാവട്ടെ, എന്ത് കേസായാലും പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ 2 വഴിയേ ഉള്ളൂ. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് SIT. മാത്രമല്ല ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ ആ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ആരൊക്കെ വരുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? PS പ്രശാന്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? കാരണം ഒരാൾ ദേവസ്വം ബോർഡ് ചെയർമാനാണ്, ഒരാൾ ദേവസ്വം മന്ത്രിയാണ്. ഈ 2 പേരും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നെങ്കിലും സമയത്തിന് കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല. ഇനിയൊരു വഴിയുണ്ട്. മറ്റൊരു വഴി എന്താ? ധാർമ്മികതയും ആർജവവും ഉള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരത്തെ അറിയും. അതിൽ ഉദാഹരണമാണ് സാറ് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറുടെ ഓഫീസാണ്. ഉമ്മൻചാണ്ടിയുടെ പബ്ലിക് പ്രസ് സെക്രട്ടറിമാരാണ് വിളിച്ചിട്ട് എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചത് നാളെ രാവിലെ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ചെന്നിരിക്കും. അവർക്ക് ആവശ്യമായ അത്രയും സമയം, നാളത്തെ എല്ലാ ഷെഡ്യൂളും മാറ്റിവെച്ച് മുഖ്യമന്ത്രി പോയിരിക്കും. 14 മണിക്കൂർ ഇരുന്ന് കൊടുത്തില്ലേ? അത് ജനങ്ങളോട് പറയാൻ ആർജവം വേണം. അത് ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇല്ല. ആർജവം ഉള്ള ഗവൺമെന്റ് ഇല്ലാത്ത കാലത്ത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി പറയേണ്ടത് ആരുടെ ബാധ്യത? അദ്ദേഹത്തിന് മറയ്ക്കാനൊന്നുമില്ല, മറയ്ക്കാനുണ്ടെന്ന് തന്നെ അല്ലേ അതിന്റെ അർത്ഥം. അതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിന്റെ അധാർമികത നമ്മൾ കാണേണ്ടത് ഒന്ന് മാധ്യമങ്ങളുടെ പരാജയം കണ്ടുകൊണ്ടാണ്. ഇത്തരം അധാർമിക വൃത്തിയാണ് പിണറായി വിജയന്റെ കയ്യിൽ ഉള്ളതെങ്കിൽ അവരത് ഒളിച്ചു വെക്കും. പ്രത്യേകിച്ച് ആ മന്ത്രിസഭയിലെ ഏറ്റവും മോശം ഇമേജ് പല കാരണങ്ങളാൽ ഉണ്ടായി വന്ന ഒരാളാണ് കടകംപള്ളി. അപ്പൊ കടകംപള്ളി ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ടവരായിരുന്നു മാധ്യമപ്രവർത്തകർ. 5 ദിവസത്തേക്ക് കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നാ അപ്പൊ പറയണത്. അതിനു മുമ്പായിക്കൂടാന്ന് എന്താ ഉറപ്പ്? അതെ അതെ, ഇവരിപ്പൊ പറയണ 5 ദിവസമായി ചോദ്യം ചെയ്തിട്ട്. ഇപ്പൊ കടകംപള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഡേറ്റ്. എന്റെ കൃത്യമായ എന്റെ ഒരു ബോധ്യം, ന്യായമായ ഊഹം, ഇത് അന്ന് തന്നെ ഒരു പക്ഷേ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന്റെ പിറ്റേന്ന് തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കണം. നമ്മുടെ മാധ്യമങ്ങളുടെ മൂക്കിലും കണ്ണിലും ഒന്നും ഇത് വന്നിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഈ പണി നിർത്തി പോകേണ്ട സമയമായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തായാലും കടകംപള്ളി ഒളിച്ചു കളിക്കുന്നുണ്ട്. കടകംപള്ളിക്ക് സൂര്യ വെളിച്ചത്തിൽ വന്ന് നേരെ ചൊവ്വേ മൊഴി കൊടുക്കാലോ. വേണമെങ്കിൽ പത്രക്കാരെ അറിയിക്കുകയും ചെയ്യാം. എന്നെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്നു പറയണ്ടേ. ഇനി PS പ്രശാന്തിന് കിട്ടിയ പോലെ ഒരു മാനക്കേട് ഭൂമിയിൽ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? പ്രശാന്തിന്റെ മാനക്കേട് കണ്ടില്ലേ സാറ്? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കഷ്ടപ്പെട്ട് വിയർത്ത് കുളിച്ച് വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ചിട്ട് ധാരാളമായി പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ പാടി ആ ജീവിതത്തിൽ ആ മനുഷ്യൻ ഇത്ര കഷ്ടപ്പെട്ട് കാണില്ല. അങ്ങനെയൊക്കെ ചെയ്തൊരു മനുഷ്യനെ ഒരു പരാതി വന്നു എന്ന കാരണത്താൽ ആദ്യം ചെയ്യുന്നത് എന്താ? മുഖ്യമന്ത്രി അദ്ദേഹത്തോട് മാറി നിൽക്കണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല, SIT പറഞ്ഞിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി എടുത്ത് പുറത്തിടുകയാണ്, ബലിയാടാക്കി എന്ന് പറയാം അല്ലേ? അത്ര മാനക്കേടല്ലേ? വഷളായില്ലേ ജീവിതത്തിൽ ഇത്രയേറെ മാനക്കേട്? എന്നിട്ടോ ഒരു ബ്യൂറോക്രാറ്റിനെ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? CPM-ലെ പാർട്ടിക്കാരായ ഒരുത്തനെ ആ പണിക്ക് പറ്റില്ല, ഒക്കെ കള്ളന്മാരാന്നല്ലേ എൻ്റെ അർത്ഥം? ഒരു തരത്തില്ലേ ഒരു എംബഡഡ് ജേർണലിസം കൂടെ ഉണ്ട് മാഷെ. ഇത് കണ്ടോ, അന്ന് പത്രക്കാരെ കടകംപള്ളി കാണുന്ന സമയത്ത് ഒരു പത്രക്കാരൻ ചോദിച്ചു, അങ്ങനെ ചോദ്യം ചെയ്തു. ഇതാണ് ചോദ്യം, ഇങ്ങനൊരു സ്റ്റോക്ക് ചോദ്യം മാത്രം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ചില എക്സ്പെർട്ട് ഒപ്പീനിയനൊക്കെ ചോദിക്കേണ്ടത്. അടുത്ത ആൾ ചോദിക്കുമ്പോൾ അങ്ങ് ആദ്യം ബബ്ബ ഇങ്ങനെയാണോ മാഷെ? ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ചോദ്യം ചെയ്യും. ഈ പരുവത്തിന് ഇതുപയോഗിച്ച് ആ ബബ്ബ ആ പത്രപ്രവർത്തകൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സമയം നോക്കി കാറിൽ കയറി കാറടച്ചു പോയി, തീർന്നു. അതെ, കടകംപള്ളിയാണോ ചോദ്യം ചെയ്യുന്നത്? അല്ല, കടകംപള്ളിയുടെ ഒരു നിലവാരം ഏറെക്കുറെ മലയാളിക്ക് നല്ല ബോധ്യമുണ്ട്. എത്രയോ കേസുകളിൽ അത് മാധ്യമങ്ങളിലൂടെ ചോർന്ന് കിട്ടി. അതും നമ്മുടെ മാപ്രകൾ കണ്ടെത്തിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ ഓൺലൈൻ മീഡിയകളൊക്കെ ചോർത്തി എടുത്തിട്ട് പല വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തു വിട്ടത് കൊണ്ട് ഇയാൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലായി. അതാണല്ലോ. വേറൊന്ന്, പിന്നെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കുറെ വസ്തുതകളും പബ്ലിക് ഡൊമൈനിലുണ്ട്, അതിൽ പുസ്തകമുണ്ട്. അവർക്ക് ഒരു മടിയില്ല ഈ കൂട്ടത്തിൽ, അവർ മടിയില്ല, പേടിയില്ല അവർക്ക്. അപ്പോ ഈ കടകംപള്ളിയെ എന്തിനാണ് ഈ നമ്മൾ, ഒന്നാമത്തെ കാര്യം കടകംപള്ളിയെ മാധ്യമങ്ങൾ ഭയക്കുന്നത് എന്തിനാണ്? 2, കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് ആദ്യം പറയേണ്ടത് SIT-യുടെ വിശ്വാസ്യതക്കും ആവശ്യമാണ്. SIT മൂടി വെച്ചു. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? പിണറായി വിജയൻ മുഖേന തന്നെ ആയിരിക്കണം അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദയവായിട്ട് എന്നെ ചോദ്യം ചെയ്ത് പുറത്തറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് എത്ര കാലം മൂടി വെക്കാൻ പറ്റും? ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ ഈ കേസിൽ? കടകംപള്ളി മാത്രം എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുക? അപ്പൊ ഇതില് ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ തെളിവിന്റെ ഒരു സങ്കടം എന്താണെന്നറിയോ? ഇനി വരാൻ പോകുന്നതും കൂടി ആ കൂട്ടത്തിൽ ഓർത്താൻ നല്ലതാണ്. എന്താന്ന് വെച്ചാൽ, ബലമായി നമ്മൾ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് പോലും മൂടി വെക്കാൻ സാധിച്ചുവെങ്കിൽ ഈ SIT അന്വേഷണം എവിടെ വെച്ച് അവസാനിപ്പിച്ചുകൂടാന്ന് എന്താ ഉറപ്പ്? തീർച്ചയായിട്ടും ഇത് വിശ്വാസയോഗ്യമല്ല തെളിവ്. അതുപോലെ SIT ആരെയോ ഭയക്കുന്നു, അതുപോലെ തന്നെ ഗവൺമെന്റും കടകംപള്ളിയും ആരെയോ ഭയക്കുന്നു എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാൻ CBI അന്വേഷണത്തിന് വിടണമെന്ന് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പാസിംഗ് കമന്റ് പോലെ അവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പുറത്ത്, വലയ്ക്ക് പുറത്ത്. അപ്പൊ ഈ വല മാറ്റണം, വല മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനം ഉണ്ടാക്കിയത് രമേശ് ചെന്നിത്തലയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പോലും പറയേണ്ടവരുടെ പേരുകൾ പറയുന്നില്ല. BJP അദ്ദേഹം പോയി തെളിവ് കൊടുത്ത കൂട്ടത്തിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ട.
SIT പറഞ്ഞൂടെ, അടുത്ത ഏജൻസിയിലേക്ക് അന്വേഷണം പോണ്ടേ? പിന്നെ ഒരു എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് ഒരു ദാവൂദ് ദുബായ് മണി, ദുബായ് മണി, ആ മണി ഈ മണി, അതായത് ആ മണിയാണോ ഈ മണി, കൂട്ടമണിയായി. എന്തായാലും ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ അന്വേഷണത്തിന്റെ മരണമണിയാണ് ഇപ്പൊ മുഴങ്ങുന്നത്. മരണമണി, എക്സാക്ട്ലി, ദാറ്റ് ഇസ് ദ വേർഡ്. അന്വേഷണത്തിന്റെ മരണമണിയാണ് ഇപ്പോൾ നമ്മൾ ഈ മുഴങ്ങി കേൾക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ മണിമുഴക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. എല്ലാ കള്ളന്മാർക്കും വേണ്ടി ചർച്ചകൾ നമ്മൾ ജാഗ്രതയോടെ തന്നെ തുടരുന്നതുമാണ്. തീർച്ചയായും ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.